യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വേദഭാഗങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം റോമാലേഖനം 8-ാം അധ്യായം 17-ാം വാക്യത്തിന്റെ അവസാന ഭാഗമായിരുന്നു നമ്മൾ ചിന്തിച്ചത്. നാം ദൈവത്തിന്റെ അവകാശികളാണ്, ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ എന്നാണ് നമ്മൾ കണ്ടത്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്: തേജസ്കരണവും അതേപോലെ തന്നെ കഷ്ടത അനുഭവിക്കുന്ന കാര്യവും. ഈ രണ്ട് കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള കാര്യം തേജസ്കരണമാണ്. വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമുക്ക് നൽകുന്നതായ വലിയൊരു വാഗ്ദത്തമാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്ന തേജസ്കരണം. നിർഭാഗ്യവശാൽ അനേക ആളുകൾക്കും ഈ തേജസ്കരണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് വേണ്ടതായ ധാരണയില്ല, അല്ല ആ തേജസ്കരണത്തിനെ കുറിച്ച് വേണ്ടതായിട്ടുള്ള ഗ്രാഹ്യത്തിലൂടെ കടന്നുപോയിട്ടുമില്ല. നമ്മൾ ഈ ദിവസങ്ങളിൽ എടുത്തതായ ഓരോ പ്രഭാത വചന ധ്യാനത്തിലും ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചിന്തകളെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വേദഭാഗങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രധാനപ്പെട്ട ഡെയിലി ഡിവോഷൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സന്ദർശിച്ച് ആ സന്ദേശങ്ങൾ വീണ്ടും കേൾക്കാവുന്നതാണ്. തേജസ്കരണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചല്ലോ. ഇന്ന് നമ്മൾ ഓരോരുത്തരും പാപനിമിത്തം തേജസ് നഷ്ടപ്പെട്ടതായ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ആ തേജസ് നഷ്ടപ്പെട്ട നിമിത്തം അവന് ദൈവത്തെ അഭിമുഖീകരിക്കാൻ കഴിയാത്തതായ ഒരു സ്ഥിതിയിലും എപ്പോഴും പാപത്തിൻ്റെ ആ കുറ്റബോധത്തിലും അവൻ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ആ കുറ്റബോധത്തിലും പാപത്താലും മനുഷ്യൻ നിറയപ്പെടുമ്പോൾ ഈ ലോകത്തിലെ തിന്മകളിൽ തന്നെയാണ് മനുഷ്യൻ സഞ്ചരിക്കുന്നത്. അവൻ തിരഞ്ഞെടുക്കുന്നതായ ഉല്ലാസം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഉല്ലാസങ്ങളാണ്. അവൻ തിരഞ്ഞെടുക്കുന്നതായ സന്തോഷം ലോകത്തിൻ്റെ സന്തോഷവുമാണ്. അതേപോലെ തന്നെ ലോകത്തിൻ്റെ സമാധാനമാണ്. ഈ ലോകത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവൻ എത്രത്തോളം ഒരു ഭ്രാന്തനെ പോലെ ആയിത്തീരുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ ജീവിതാനുഭവത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണല്ലോ. നമുക്കറിയാവുന്ന പോലെ ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് മൊബൈൽ ഫോണില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ മൊബൈൽ ഫോൺ മാത്രം പോരല്ലോ, നമുക്ക് അവിടെ ഇൻ്റർനെറ്റ് ആവശ്യമാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി കഴിഞ്ഞു. നമ്മൾ ആനന്ദം കണ്ടെത്തുന്നത്, നമ്മൾ ലോകപ്രകാരമുള്ള സന്തോഷം കണ്ടെത്തുന്നത് ഇതിൽ കൂടെ എല്ലാം ആണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷേ ദൈവം നമുക്ക് നൽകുന്നതായ സന്തോഷം, അതായത് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തതായ ആ തേജസ്കരണം, അത് മാത്രമേ നമുക്ക് ആത്യന്തികമായിട്ടുള്ളൂ എന്നുള്ളതായ ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണെന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് കൊടുത്ത തേജസ്സിന്റെ ആ ഒരു ഗുണം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ആദമും ഹവ്വയും ആദ്യം വസ്ത്രങ്ങളോടുകൂടെ ആയിരുന്നില്ല, മറിച്ച് ദൈവം അവർക്ക് കൊടുത്തതായ തേജസ്സിനാൽ തന്നെ അവർക്ക് ദൈവം മുമ്പാകെ ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ എപ്പോൾ അവർക്ക് ആ തേജസ് പാപനിമിത്തം നഷ്ടപ്പെട്ടു പോയോ, ആ സമയം മുതൽ ദൈവത്തോടുള്ള അവരുടെ ബന്ധത്തിൽ നിന്നും അവർ വേർപെടുവാൻ ആരംഭിച്ചു, അല്ലെങ്കിൽ അവർ വേർപെട്ടു. നോക്കൂ, അവർ ദൈവത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെ വണ്ണം അവർ അകന്നുപോയതായ ആ സ്ഥാനത്ത്, അതേ നഷ്ടപ്പെട്ടു പോയ ആ തേജസ്സിനെ യേശുക്രിസ്തു മൂലം, അതേ ലോകസ്ഥാപനത്തിനു മുമ്പ് അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശുക്രിസ്തു മൂലം തന്നെ അവർക്ക് നൽകുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവം നമുക്ക് തന്ന ഭാഗ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു തേജസ്സിനെ മടക്കിക്കൊണ്ടുവരുവാൻ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിപ്പാനുള്ള ഒരു ഭാഗ്യം ദൈവം നമുക്ക് നൽകുവാനിടയായി തീർന്നു. അപ്പോൾ മനുഷ്യന്റെ നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ മടക്കിക്കൊണ്ടുവരുവാനാണ് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവരായ പ്രിയമുള്ളവരോടൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ചിന്തിക്കുന്നതായ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നതായ ലോകമല്ല ദൈവം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് ദൈവം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ, ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. ആ സന്തോഷത്തിലേക്കും ആ നീതിയിലേക്കും സമാധാനത്തിലേക്കും പ്രവേശിക്കണമെങ്കിൽ
അതേ നമ്മൾ തേജസ് പ്രാപിച്ചേ മതിയാവുകയുള്ളൂ. ഇന്ന് നമ്മൾ ആയിരിക്കുന്നത് തേജസ്സിലല്ല, എന്നാൽ നമ്മൾ തേജസ്സിലേക്ക് വഴി നടത്തപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എബ്രായ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടങ്ങളിൽ തികഞ്ഞവനാക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പ്രസാദമുള്ള കാര്യമായിരുന്നു. നോക്കൂ, നമ്മെ ദൈവം തേജസ്സിലേക്ക് നടത്തുക. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മെ ദൈവം തേജസ്സിലേക്ക് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞല്ലോ. ഇന്ന് നമ്മൾ പാപത്താൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണ്. പക്ഷേ യേശുക്രിസ്തു മൂലം നമ്മൾ ആ രക്ഷയെ പ്രാപിക്കുന്നു. രക്ഷയ്ക്ക് 3 കാലങ്ങളുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ രക്ഷിക്കപ്പെടും. ഇപ്പോൾ നമ്മുടെ വർത്തമാന കാലത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതായത് ഓരോ ദിവസവും കർത്താവ് യേശുക്രിസ്തുവിലുള്ള നമ്മുടെ രക്ഷയെ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കണം. ദൈവത്തോടുള്ള സജീവമായ ബന്ധത്തിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കണം. ഇതാണ് രക്ഷയുടെ വർത്തമാന കാലം എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ ഇന്ന് അനേകരും ജീവിക്കുന്നത് രക്ഷയുടെ പൂർവ്വകാലത്തിലാണ്. അതായത് ഞാൻ ഇത്രാമത്തെ വർഷം, ഇത്രാമത്തെ മാസം, ഇത്രാമത്തെ തീയതിയിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. നോ, അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല. നമ്മൾ ആ രക്ഷയുടെ സന്തോഷം ജീവിതത്തിൽ ഉടനീളം പുലർത്തേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുകയും നമ്മൾ ആ രക്ഷയിലായിരിക്കുന്നുവോ അല്ലെങ്കിൽ ക്രിസ്തുവിലായിരിക്കുന്നുവോ എന്ന് നമ്മൾ പരിശോധിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ കഷ്ടത അത് നമുക്ക് ഒഴിവാക്കാനാവുമോ? പല ആളുകളും പരിശ്രമിക്കുന്നത് കഷ്ടതകളെ ഒഴിവാക്കുവാനാണ്. പ്രത്യേകിച്ച് നമ്മളിവിടെ പ്രസ്താവിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് തൻ്റെ ഭക്തിയിൽ ജീവിക്കുന്നതായ ഏതൊരു വ്യക്തിക്കും ഉപദ്രവം ഉണ്ടാകുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടുണ്ട്. ഈ കഷ്ടതകളെ ഒഴിവാക്കുവാൻ നമുക്ക് യാതൊരു മാർഗവുമില്ല. ഇന്ന് അനേകരും ഈ കഷ്ടതയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. അതായത് നിങ്ങളുടെ കഷ്ടത മാറും, നിങ്ങളുടെ നിരാശകൾ മാറും, നിങ്ങളുടെ വേദന മാറും. നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ ഇന്ന സഭയിൽ പോയാൽ മതി, ഇന്ന സെൻട്രൽ നിങ്ങൾ പോയാൽ മതി, നിങ്ങളുടെ കഷ്ടത മാറും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവവചന പ്രകാരം അത് തെറ്റ് തന്നെയാണ്. അങ്ങനെ ദൈവവചനം നമ്മളോട് പറയുന്നില്ല. മറിച്ച് ദൈവവചനം നമ്മോട് പറയുന്നത് ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ ഉപദ്രവം ഉണ്ടാകുമെന്നല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായ ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു കഷ്ടതയുടെ നടുവിൽ നമുക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുന്നത്, നമുക്ക് എങ്ങനെയാണ് ജയം പ്രാപിക്കാൻ കഴിയുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ലെങ്കിൽ പ്രസംഗിക്കാൻ പോകുന്നത് നിങ്ങളുടെ കഷ്ടത മാറുമെന്നുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾക്ക് സന്തോഷിപ്പാനും പാട്ടുപാടുവാൻ കഴിയുന്നതുമായ ഒരു ആത്മീകമായ സാഹചര്യത്തിലേക്ക് ദൈവത്തിന് നിങ്ങളെ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ദൈവവചനം എന്തു പറയുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ കഷ്ടത ഉണ്ട് എന്നുള്ളത് ഡെഫിനിറ്റ് ആണ്, അത് ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ ധൈര്യപ്പെടണമെന്ന് ഇവിടെ കർത്താവ് പറയുന്നു. ഇനി ആരിലാണ് ധൈര്യപ്പെടുന്നത്? നോക്കൂ, നമുക്ക് ധൈര്യപ്പെടണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? ഉദാഹരണത്തിന് നമ്മുടെ പേഴ്സിൽ പണം കുറഞ്ഞു പോകുന്നു, നമ്മുടെ ബാങ്കിലും പൈസയില്ല, നാളെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമ്മൾ ആകെപ്പാടെ ശങ്കിച്ചു നിൽക്കുമ്പോൾ നമുക്ക് ധൈര്യം പകരുന്ന ഒരു കാര്യമുണ്ടാകും. അതായത് ഒന്നുകിൽ നമ്മുടെ ജീവിത പങ്കാളിയുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് പൈസയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കയ്യിൽ കുറച്ച് പണമുണ്ട്, അല്ല നമ്മുടെ പറമ്പിൽ നമുക്ക് ആദായം തരുന്നതായ ചില കാർഷിക ഫലങ്ങളുണ്ട്, അത് വിറ്റാൽ എനിക്ക് ഈ ഒരു പ്രശ്നത്തെ അതിജീവിപ്പാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ അതിൽ ധൈര്യപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ധൈര്യപ്പെടുവാനുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവാണ്. അതാണ് ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പിശാചിനെയും ലോകത്തെയും നിങ്ങൾ അഭിമുഖീകരിക്കുന്നതായ സകല പ്രശ്നങ്ങളെയും ഞാൻ ജയിച്ചിരിക്കുന്നു. നോക്കൂ, കർത്താവ് യേശുക്രിസ്തു ആ രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ ഇളകുന്ന കടലിൽ
ആർത്തിരമ്പുന്ന തിരമാലകളുടെ മുകളിലൂടെ നടന്ന് ചെന്ന് ആ ശിഷ്യന്മാർ അടുക്കൽ ചെന്നില്ലേ? അവൻ ആ കഷ്ടതയെ ജയിച്ചവനായ കർത്താവാണ്. അതേപോലെ തന്നെ അവനെ പൂർണ്ണമായിട്ടും കല്ലറയിൽ അടച്ചു പൂട്ടിവെച്ചപ്പോൾ, റോമൻ ഇമ്പീരിയൽ മുദ്ര അവന്റെ കല്ലറയിൽ വെച്ച് സീൽ ചെയ്തപ്പോൾ, അതിനെ ജയിച്ചവനായ കർത്താവാണ് ഈ ഒരു കാര്യം പറയുന്നത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇനി യേശുക്രിസ്തു ലോകത്തെ ജയിച്ചത് കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താണ്? നമ്മൾ ആയിരിക്കുന്നത് ജയിക്കുന്നതായ ക്രിസ്തുവിനോട് കൂടെയാണ്. നമ്മുടെ ജീവിതം നമ്മൾ തനിച്ചല്ല എന്ന് ഓർക്കണം. നമ്മൾ യേശുക്രിസ്തുവിനോടൊപ്പമാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവൻ എനിക്കായി ജയം കൽപ്പിക്കും. അവൻ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവൻ എൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് എന്നെ ജയാളിയാക്കി മാറ്റുമെന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കർത്താവാണ്. നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ, അതേ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ചോ നിങ്ങളുടെ വീടിനെക്കുറിച്ചോ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചോ നിങ്ങൾ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു ജീവിതം, അതേ കർത്താവ് യേശുക്രിസ്തുവിനെ ധ്യാനിച്ചും അവൻ ഒരുക്കിയതായ വഴികളിലൂടെയും അവൻ്റെ വചനത്തിലൂടെയും സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്ന സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, നിങ്ങൾ തനിച്ചല്ല. യു ആർ നോട്ട് അലോൺ. അതല്ലേ കർത്താവ് നമ്മോട് പറഞ്ഞത്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അവൻ നമ്മളോട് കൂടി ഉള്ളത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അതെ, യുദ്ധം ചെയ്യുന്നത് അവനാണ്. ഞാൻ തനിച്ചല്ല. ഐ എം ഇൻ പാർട്ണർഷിപ്പ് വിത്ത് ഗാഡ്. ഞാൻ യേശുക്രിസ്തുവിനോടൊപ്പമുള്ള പങ്കാളിത്ത ശുശ്രൂഷയിലായിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സന്ദർഭങ്ങളിൽ പോലും അവൻ എന്നെ ഒറ്റയ്ക്ക് വിടുന്നവനായ കർത്താവല്ല. എൻ്റെ പ്രതിസന്ധികളെ ഞാനും യേശുവും കൂടെ ഒരുമിച്ചാണ് അതിനെ നേരിടുന്നത്. ഞാൻ തോറ്റുപോയാലും അവൻ എന്നെ ജയാളിയാക്കുന്നതായ ഒരു കർത്താവാണ്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഈ വിജയനം നൽകുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടത എന്ന് പറയുന്നത് ഉറപ്പുള്ള കാര്യമാണ്. അതല്ല നമ്മൾ വായിച്ചത്, ക്രിസ്തുവേശുവിൽ ഭക്തിയോട് ജീവിക്കുന്നവർക്കെല്ലാവർക്കും ഉപദ്രവങ്ങൾ ഉണ്ടാകും. അത് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കുള്ള പിന്മാറ്റത്തിന് കാരണമല്ല, മറിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ അതില്ലെങ്കിലാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. കാരണം നമ്മൾ ഭക്തിയോടെ ജീവിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് നമ്മൾ നേരിടുന്നതായ ഉപദ്രവങ്ങൾ. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഉപദ്രവങ്ങളുടെ നടുവിൽ നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും. അതേ, കഷ്ടത നമ്മുടെ അവകാശമാണെന്നും കഷ്ടതയിൽ നമുക്ക് പ്രശംസിപ്പാൻ കഴിയുമെന്നും വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരായ പ്രിയമുള്ളവർ രോഗങ്ങളുടെ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. സാമ്പത്തിക പ്രയാസങ്ങളുടെ ആ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. നാളുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ധാരാളം ഉത്കണ്ഠകൾ നിറഞ്ഞതായ ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവോടൊപ്പമുള്ള നിങ്ങളുടെ ജീവിതം, അതെ, അത് ജയകരമായ ജീവിതമായി മാറും. ഞാൻ നോക്കുമ്പോൾ എന്നെക്കൊണ്ട് പല കാര്യങ്ങളും അസാധ്യമാണ്. ഞാൻ നോക്കുമ്പോൾ എനിക്കിതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവനെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ നമുക്കും പറയുവാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, എന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ മനോഹരവും ശക്തമായ വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം ഉറപ്പായി പറയുന്ന കാര്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവർ ഈ വചനത്താൽ ബലപ്പെടുവാനും യേശുക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതത്തിൻ്റെ ആ ഒരു പാതയിൽ ആയിരിക്കാൻ ഇവരെ സഹായിക്കുകയും, കർത്താവേ, ഞങ്ങൾ നിന്നിൽ ധൈര്യപ്പെടുന്നു, കാരണം അങ്ങ് ലോകത്തെ ജയിച്ചവനാണ്. കർത്താവേ, ആ വിശ്വാസം മൂലം ഞങ്ങൾക്ക് ജയം പ്രാപിപ്പാൻ കഴിയുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ ഈ ഒരു ചിന്തയുടെ തുടർമാനമായ ചിന്തയിലേക്ക് തന്നെ കടന്നു പോകുന്നതാണ്. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കാളികളായി തീർന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ദയവായി ഞങ്ങളെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.